അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. സിനിമയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രമേയം ചിലർക്ക് വിഷമമുണ്ടാക്കിയതായി അറിഞ്ഞു. ഈ തടി ഇവിടുത്തെ ചോറാടാ. ഇവിടത്തെ കപ്പിത്തന്മാരാരെങ്കിലും നാച്ചിക്കണ കണ്ടാ എനിക്ക് സഹിക്കില്ലടാ. സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണ്. പക്ഷേ വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസേ എനിക്കുള്ളൂ. അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക. പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. എന്നാ പിന്നെ നിനക്ക് ആദ്യം പറയായിരുന്നില്ല. പൃഥ്വിരാജ് എവിടെങ്കിലും മണലാരണ്യത്തിൽ ചെന്നിരുന്നുണ്ട് 10 പൈസ വാങ്ങിച്ച് ദേശദ്രോഹം നടത്തുന്നു എന്നൊന്നും പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. നാട്ടുകാരങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ? അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഒരു ഞാട്ടുകാരൻ. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. അതൊന്നും വിശ്വസിക്കത്തില്ല. കാരണം പൃഥ്വിരാജിന് എന്റെ ആവശ്യമില്ല. പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അവനൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ്. കണ്ടിട്ട് ഒന്നിനും ഒരു കുറവും കാണുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ധർമ്മയുടെ എന്തിനാ ചെറുക്കൻ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? അതുകൊണ്ട് പറഞ്ഞേക്കവനോട് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. എന്റെ മകനായതുകൊണ്ട് പറയല്ല. അവനൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ്. ആ ക്യാരക്ടർ ഒന്നും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കിടന്ന മാനമാടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. നീ ഞൊട്ടു. അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്തിരിക്കും. കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക്, വാശി കാണിക്കാതെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പടത്തിന്റെ പ്രധാന നടനും അന്ന് മാത്രമല്ല പ്രൊഡക്ഷനിൽ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതുമായ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്യുന്നത് മര്യാദയാണ്. പൃഥ്വിരാജ് അതിനകത്ത് എന്തെങ്കിലും വേറെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. സമ്മതിക്കില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാനോട് തല്ലാൻ ഇതിലെന്നല്ല ആത്മഹത്യ ചെയ്തത്. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. അവർ ഇടുകയോ ഇടാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവിടെ ആർക്കാണ് ഇത്ര വലിയ കുത്തിക്കടപ്പ് നിനക്ക്? അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ. പൃഥ്വിരാജ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് 100% എല്ലാവർക്കും അറിയാം. ആ പടവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. അതാരാ? ഈ മേജർ രവി എന്തായിരുന്നു പടം കണ്ടിറങ്ങുമ്പോ കാണിച്ചത്? എന്നെ കയറി കെട്ടിപ്പിടിക്കുന്നു. പൃഥ്വിരാജിനോട് പറഞ്ഞു ഇത് ചരിത്രമാകും മോനെ എന്ന് പറയുന്നു. ബഹളം. ചരിത്രമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. മലയാള സിനിമയ്ക്ക് അത് അത്യാവശ്യമാണ്. പൃഥ്വിരാജ് വേറെ ലെവല്. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാന്നുള്ളത്. പക്ഷെ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. എന്നും വേണ്ട 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയോ? അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ 2 ആളോടും കൂടിയിട്ട് പറയുന്നത്. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. മുകുന്ദ എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. വിശ്വനാഥ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഭയപ്പെടാതിരിക്കും. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന്. ആന്റണി പെരുമ്പാവൂറും പറഞ്ഞിട്ടില്ല ചതിച്ചു. എമ്പുരാനിലെ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ മുരളി ഗോപിക്ക് അതൃപ്തി. ഇവന്റെ ഒക്കെ കൂടെ ചേരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. മോഹൻലാലിന്റെ ഖേദപ്രകടനം പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും പോസ്റ്റിനെ പാടെ അവഗണിച്ചാണ് മുരളി ഗോപിയുടെ മൗനം. എന്റെ വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല. ഒരാളുടെ പടമേ ഉള്ളൂ. എന്റെ തന്തയുടെ. മാപ്പ് ജയം പറയൂല. അഴിയെങ്കി അഴി കയറ